എല്ലാവരെയും താന്തവുമായി ഷോപ്പിനുള്ളിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റവും സ്നേഹിതരുടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളും മൂക്കന്നൂർ നിവാസികളും ഞങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളോടും കഴിഞ്ഞ 5 വർഷമായി മൂക്കന്നൂരിൽ സെന്റ് ജോസഫ് എന്ന പേരിൽ അനാശാല പള്ളിയുടെ എതിർവശം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ ഇലക്ട്രിക്കൽസ് കട നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രം ഇന്ന് ഈ വടക്കുംചേരി ബിൽഡിംഗിലേക്ക് വലിയ ഒരു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ലൈറ്റിംഗ് സാനിറ്ററി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട ജനപ്രതിനിധികള് ഗാരിയച്ചൻ അച്ഛൻ അസോസിയേഷന്റെ ഭാരവാഹികള് പ്രിയപ്പെട്ട ഷാവുചേട്ടൻ കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വിനീതമായ നമസ്കാരം. വളരെയധികം സന്തോഷം. ഷാവുചേട്ടൻ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഈ സംരംഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. സ്ഥാപനത്തിന്റെ പേര് സെന്റ് ജോസഫ് ഇലക്ട്രിക്കൽസ് ആൻഡ് ബാത്ത് സ്റ്റുഡിയോ ആണ്. അദ്ദേഹത്തിന്റെ മകന്റെ പേര് സ്ഥാപനം നടത്തുന്ന ഷാവുചേട്ടന്റെ മകന്റെ പേര് ജോസഫ് എന്നാണ്. ഇന്ന് ഔസപിതാവിന്റെ ദിവസമാണ്, തിരുനാളാണ്. അപ്പോ ഔസപിതാവിന്റെ അനുഗ്രഹം പ്രത്യേകമായിട്ട് ഈ സ്ഥാപനത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാപനം വളരെ കയറി വന്ന് കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ട് ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് ഇത് മറ്റേ കോട്ട അയ്യപ്പാസ് പോലെയാണ്. പുറമെ നോക്കിയാൽ ചെറുതാന്ന് തോന്നും, പക്ഷെ അടുത്ത ഏരിയയിൽ വിശാലമായ ഷോറൂമാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നല്ല പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്ന, അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നമുക്കറിയാം. എല്ലാവരും നല്ലൊരു വീടൊക്കെ പണിയുമ്പോൾ ബാത്റൂമൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാലമാണ്. നല്ല നല്ല വാഷ്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടൊക്കെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ഒരു മികച്ച സ്ഥാപനമായി ഇത് മാറട്ടെ. ഈ സംരംഭത്തിന് എല്ലാ വിജയങ്ങളും നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചറിയിക്കുന്നു. നിങ്ങളുടെ നമസ്കാരം. ഉണ്ടായിരുന്നില്ല. എന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഇവർക്ക് കൂടിയുണ്ട്. ഈ സ്ഥാപനം മികച്ച സ്ഥാപനമായിട്ട് മാറട്ടെ. താങ്ക് യു. ഈ സ്ഥാപനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട എംഎൽഎ സജിചേട്ട, പ്രിയപ്പെട്ട മെമ്പർമാരെ, പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ ഈ സ്ഥാപനത്തിന് എല്ലാവരുടെ ആശംസകളും അറിയിക്കുന്നു. നമുക്കറിയാം, സജിചേട്ട പ്രത്യേകിച്ച് നമ്മുടെ മൂക്കന്നൂരിനെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. നിരവധി വർഷമായി നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു സ്ഥാപനം നടത്തുന്ന ആൾ തന്നെയാണ്. അപ്പൊ അതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് വലിയ മെച്ചപ്പെടുത്തിയ രീതിയിലേക്ക് സ്ഥാപനം ആയി എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഏറ്റവും നല്ല രീതിയിൽ തന്നെ സേവനം നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിന് നല്ല രീതിയിൽ സേവനം കൊടുക്കാനായിട്ട് സ്ഥാപനത്തിലെ അംഗങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതൊരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണമാണ്. നാട്ടുകാരുടെ എല്ലാവിധ സഹകരണം ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും ഭംഗിയായി തന്നെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ പോകട്ടെ എന്ന് ആശംസിക്കുന്നു.
നമ്മുടെ MLA പറഞ്ഞു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത 2 കാര്യങ്ങൾക്ക് തിരുസഭ മധ്യസ്ഥനായി കാണുന്നവരാണ് കുടുംബത്തിന്റെ കാവൽക്കാരൻ എന്ന നിലയിലും മറ്റൊന്ന് തൊഴിലാളികളുടെ മധ്യസ്ഥനും. അപ്പൊ നമ്മുടെ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പലരും തൊഴിലും കച്ചവടവും ഒക്കെ ചെയ്യുന്നത്. തീർച്ചയായും സാജു ജോസഫ് ഏതാണ്ട് 40 വർഷമായി ഞാൻ സാജുവിനോട് കൂടി ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ 2 പേരും കൂടി മാത്രം സംസാരിച്ചാലേ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2 പേരും സാജു വളരെ അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു. ഞാനാണെങ്കിൽ അതിദാരിദ്ര്യമായ ഒരു കുടുംബത്തിൽ ജനിച്ചു. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് വളരെ കഷ്ടപ്പെട്ട് സാജു അവന്റെ പടവുകളെല്ലാം താണ്ടി മുന്നേറി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ജോസഫിന് അപ്പച്ചനെ കണ്ടു പഠിച്ചാൽ മാത്രം മതി ഒരു സ്ഥാപനം എങ്ങനെ കൊണ്ടുപോകണം, ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്ന് അറിയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ജോസഫിന്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന വക്കീലും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാൻ ഒരു സാഹചര്യം ഉണ്ടായത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാതൃകയാക്കാനായിട്ട് ഏറ്റവും പറ്റിയത് സാജു കുടുംബവും തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ അത് അനുകരിക്കുക. എല്ലാവിധ വിജയാശംസകളും നിങ്ങൾക്കുണ്ടാകും. പ്രത്യേകിച്ച് വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ എല്ലാവിധ മാധ്യസ്ഥവും നിങ്ങൾക്കുണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും.